Access with Speech. Access with Speech. A self-learning series for visually challenged. ഈ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ. ആക്സസ് വിത്ത് സ്പീച്ചിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ ഭാഗം 2. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതല്ലെങ്കിൽ നമ്മളുടെ ഹോം സ്ക്രീനിലേക്ക് ഒരു സാധാരണ തീം എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് പരിചയപ്പെടാം. അതിനായി നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ സെറ്റിംഗ്സ് മെനു തുറക്കുകയാണ് വേണ്ടത്. സെറ്റിംഗ്സ് ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഡിസ്പ്ലേ സെറ്റിംഗ്സിലേക്കാണ് പോകേണ്ടത്. Display, wallpaper, sleep, font size, 5 of 16, in list 16 items. Display, navigate up button. ഡിസ്പ്ലേ മെനു തുറന്നു വന്നിരിക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾ വാൾപേപ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ്. Display, search set, brightness, night light, adaptive, wallpaper, 4 of 6. Wallpaper. Styles and wallpapers, wallpapers, showing items 1 to 4 of 15. വാൾപേപ്പർ മെനു തുറന്നു വന്നിരിക്കുകയാണ്. Wallpapers. വാൾപേപ്പേഴ്സ് ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻ വാൾപേപ്പേഴ്സ്. ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യുന്നു. Currently set lock screen wallpaper thumbnail button, row 1, in grid, 9 rows, 2 columns. ആദ്യം തന്നെ കറൻ്റ്ലി സെറ്റ് വാൾപേപ്പർ തംബ്നെയിൽ, അതായത് ഇപ്പോൾ നമ്മുടെ വാൾപേപ്പറായിട്ട് ഏതാണൊക്കെ എടുക്കുന്നത് ആ ഫോട്ടോയുടെ ഒരു തംബ്നെയിൽ ഇമേജ് അവിടെ കാണിക്കുന്നുണ്ടാവും. വീണ്ടും ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യുന്നു. Lock screen wallpaper. ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ അതേതാണ് വീണ്ടും ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ടോക്ക് ബാക്ക് നമുക്ക് വായിച്ചു തരുന്നതായിരിക്കും. Currently set home screen wallpaper thumbnail button. ഹോം സ്ക്രീൻ വാൾപേപ്പറിന്റെ തംബ്നെയിൽ. Explore button. Explore. Home screen, coral reefs, Maldives, the ocean agency, seascapes, coral reefs support 25% of all marine life and sustain nearly 1 billion people and their livelihoods. Explore protection efforts. ഇതാണ് എൻ്റെ പ്രസന്റിൽ ഇപ്പോൾ എൻ്റെ വാൾപേപ്പർ ആയിട്ട് കിടക്കുന്നത്. വീണ്ടും ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യുന്നു. Wallpaper categories, row 2. വാൾപേപ്പർ കാറ്റഗറീസ്, അതായത് കുറേ കാറ്റഗറിയിലായിട്ട് എന്തുണ്ട്, വാൾപേപ്പേഴ്സ് നമ്മുടെ സ്ക്രീനിൻ്റെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്ന് ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്ത് നോക്കാം. My photos, row 3, column 1. മൈ ഫോട്ടോസ്, നിങ്ങൾക്ക് നിങ്ങളുടെ വാൾപേപ്പർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തീമായിട്ടോ നിങ്ങളുടെ മൊബൈലിൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളിവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള എല്ലാ ഇമേജുകളും കിട്ടുന്നതായിരിക്കും. ആ ഇമേജുകളിൽ നിന്ന് ഏത് ഇമേജാണോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നത് ആ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഡബിൾ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാൻ സാധിക്കും. വീണ്ടും ഞാൻ മുന്നോട്ട് പോകുന്നു. On device wallpapers, column 2. ഓൺ ഡിവൈസ് വാൾപേപ്പേഴ്സ്. Pride, row 4, column 1. Showing items 3 to 10 of 50. Landscapes, column 2. ലാൻഡ്സ്കേപ്സ്. Textures, row 5, column 1. ടെക്സ്ചേഴ്സ്. Life, column 2. ലൈഫ്. Earth, row 6, column 1. Art, column 2. ആർട്ട്. Cityscapes, row 7, column 1. Geometric shapes, column 2. ജിയോമെട്രിക് ഷേപ്സ്. Solid colors, row 8, column 1. സോളിഡ് കളേഴ്സ്. Seascapes, column 2. സീസ്കേപ്സ്, ഞാൻ സീസ്കേപ്സിലാണ് കയറുന്നത്. Seascapes. Navigate up button. Showing items 1 to 9 of 35. ഇവിടെ 35 വാൾപേപ്പേഴ്സ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്ത് നോക്കുകയാണ്. Seascapes. Daily wallpaper, tap to turn on, row 1, column 1, in grid, 12 rows, 3 columns. ഇവിടെ Showing items 1 to 9 of 35. ഡെയിലി വാൾപേപ്പർ ടാപ്പ് ടു ടേൺ ഓൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇത് ഓൺ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക, എല്ലാ ദിവസവും ഈ കാറ്റഗറിയിൽ നിന്നും ഒരു വാൾപേപ്പർ ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിൽ നിന്നും ഡൗൺലോഡായി എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ ഐറ്റംസ് മാറി മാറി വരുന്നതായിരിക്കും. നമുക്ക് ഇത് ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അടിയിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. Wallpaper thumbnail, column 2. Wallpaper thumbnail. Coral reefs, New Caledonia. Coral reefs, New
കാലിഡോണിയ. ബാക്കി നിങ്ങൾ കേട്ടാൽ മതി. ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യുന്നുണ്ട്. Wallpaper thumbnail column 3. Coral Reefs, Philippines. Wallpaper thumbnail row 2 column 1. ഓരോ വാൾപേപ്പറിന്റെ പേരിന് ശേഷം അതിന്റെ ഒരു തംബ്നെയിൽ, ഒരു ചെറിയ ഇമേജ് കാണിച്ചിട്ടുണ്ട് സ്ക്രീനിൽ. Coral Reefs, New Caledonia. Wallpaper thumbnail Coral Reefs, Raja. Wallpaper thumbnail column Coral Reefs, Lizard Island. Wallpaper Coral Reefs, Okinawa. Wallpaper thumbnail Coral Reefs, Caribbean. കോറൽ റീഫ്സ് കരീബിയൻ. ഞാൻ ഇതിൽ എന്ത് ചെയ്യാണ്? ഡബിൾ ടാപ്പ് ചെയ്യുകയാണ്. ഇതിന് ഞാനൊന്ന് പെർമനന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. Coral Reefs, Caribbean. Navigate up button. ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യുന്നു. Not ticked collapse wallpaper info panel tick box. Coral Reefs, Caribbean. The Ocean Agency, Seascapes. ദി ഓഷ്യൻ ഏജൻസി സീസ്കേപ്സ്. Coral reefs support 25% of all marine life and sustain nearly 1 billion people and their livelihoods. Explore button. ഇവിടെ ഒരു എക്സ്പ്ലോർ ബട്ടൺ കിട്ടും. ഇവിടെ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ വാൾപേപ്പറിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഫോട്ടോയെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഇമേജിനെ കുറിച്ചുള്ള ഒരു ചെറിയ സമ്മറി നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടാം. നിങ്ങളുടെ ഡിഫോൾട്ട് ബ്രൗസറിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഞാനൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യുന്നു. Connection is secure. Site information button. 80%. വെയിറ്റ് ചെയ്യുകയാണ്. 50 reefs web view. ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യുകയാണ്. 50 reefs button. Contact map science donate button. Adobestock 136,984,307. Theoceanogenciendo.jpg. A global plan to save coral reefs. The 50 Reefs initiative was developed by the Ocean Agency during the filming of the Netflix original documentary Chasing Coral. Full stop. The initiative aimed to identify an optimum portfolio of reefs for targeting coral reef conservation, 50 coral reefs that together have the potential of surviving the impacts of climate change and the ability to help repopulate neighboring reefs over time. The Ocean Agency 50 Reefs, YouTube. YouTube video player 312 subscribers, heading 3. ഇങ്ങനെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി കാണാം. പക്ഷേ നമുക്ക് എന്താണ്, ജനറലായിട്ട് നമ്മൾ എന്താണ് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു വിഷ്വലി ചാലഞ്ചഡ് ആയതുകൊണ്ട് തന്നെ ഈ ഫോട്ടോയിൽ എന്താണുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഐഡിയ നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടെ നിന്ന് ബാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ച് എന്ത് ചെയ്യും? എൻ്റെ വാൾപേപ്പർ പ്രിവ്യൂ ഉള്ള സെറ്റിംഗ് സ്ക്രീനിൽ എത്തുന്നതായിരിക്കും. Coral Reefs, Caribbean. Explore button. എക്സ്പ്ലോർ ബട്ടൺ. നേരത്തെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ബട്ടണിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ടാണ് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയത്. വീണ്ടും ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യുന്നു. Set wallpaper button. സെറ്റ് വാൾപേപ്പർ ബട്ടൺ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡബിൾ ടാപ്പ് ചെയ്യുക. Alert set wallpaper. Home screen button. അലേർട്ട് സെറ്റ് വാൾപേപ്പർ ഹോം സ്ക്രീൻ ബട്ടൺ. Lock screen button. ലോക്ക് ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യുകയാണ്. ലോക്ക് സ്ക്രീൻ ബട്ടൺ. Home screen and lock screen button. ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ ബട്ടൺ. ഇവിടെ നിങ്ങൾക്ക് ഈ വാൾപേപ്പർ നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ മാത്രം സെറ്റ് ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഹോം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഇത് ലോക്ക് സ്ക്രീനിലേക്കാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളതെങ്കിൽ എന്ത് ചെയ്യുക? ലോക്ക് സ്ക്രീൻ മാത്രം സെറ്റ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് രണ്ടിടത്തും ഒരേ വാൾപേപ്പർ അല്ലെങ്കിൽ ഒരേ പിക്ചറാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരേ തീമാണ് വേണ്ടതെന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അവിടെ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. Lock screen. Home screen and lock screen button. ഇവിടെ ഞാൻ Lock screen button. Home screen button. Set wallpaper. Home screen button. Lock screen button. ഇത് ഞാൻ ആദ്യത്തെ എന്ത് ചെയ്യാണ്? ലോക്ക് സ്ക്രീനിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. Alert setting wallpaper. Wallpaper set successfully. Display. Wallpaper 4 of 6. In list 6 items. Display. എന്ത് ചെയ്തു? നിങ്ങൾക്ക് പ്രോംപ്റ്റ് കിട്ടിക്കഴിഞ്ഞു. വാൾപേപ്പർ സെറ്റ് സക്സസ്ഫുള്ളി. നമുക്കൊന്ന് ഹോം സ്ക്രീനിലേക്ക് പോയി നോക്കാം. ഓൾറെഡി എൻ്റെ വാൾപേപ്പർ മാറിക്കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ലോക്ക് സ്ക്രീനിലാണ് ഞാൻ സെറ്റ് ചെയ്തത്. 11:51 p.m. Settings. സ്ക്രീൻ ഓഫ് ചെയ്യാണ്. Screen off. 11:51 p.m. Kindly call 854 collapsed SCR 10 minutes. My screen recording. ഇവിടെ ഈ പിക്ചർ കാണിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Device unlocked. Home screen 1 of 3. Settings. ഹോം സ്ക്രീനിലേക്ക് എത്തി. വീണ്ടും ഞാൻ എൻ്റെ സെറ്റിംഗ്സ് തുറക്കുകയാണ്. Settings. Settings. Search settings. ഡിസ്പ്ലേ സെറ്റിംഗ്സ്. Display. Wall. Display. Navigate up button. ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ നിന്നും
Wallpaper 4 of 6. Wallpaper. Styles and wallpapers. Wallpapers. Showing items 1 to 4 of 15. Styles and wallpapers. Left to right swipe ചെയ്യുന്നു. Currently set lock screen wallpaper thumbnail button row 1 in grid. Explore button. Lock screen Coral Reefs Caribbean The Ocean Agency Seascapes Coral Reefs support 25% of currently set home screen wallpaper thumbnail button. Explore button. Home screen Coral Reefs Maldives The Ocean Agency Seascapes Coral Reefs support 25% of all marine life. Wallpaper categories row 2. My photos row 3 column 1. My photos. On device wallpapers column 2. On device wallpapers. Pride row 4 column. Pride. Landscapes column 2. Landscapes. ഞാൻ ലാൻഡ്സ്കേപ്സ് ഒന്ന് തുറക്കുകയാണ്. Landscapes. Navigate up button. Showing items 1 to 9 of 75. ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യുന്നു. Landscapes. Daily wallpaper tap to turn on row 1 column 1 in grid 25 rows 3 columns. ഞാനിവിടെ Showing items 1 ഡെയിലി to 9 of വാൾപേപ്പറാണ് 75. സെറ്റ് ചെയ്യുന്നത്. എൻ്റെ ലോക്ക് സ്ക്രീനിൽ ഞാനൊരു പെർമനൻറ്റ് വാൾപേപ്പറും എന്ത് ചെയ്യുന്നു, എൻ്റെ ഹോം സ്ക്രീനിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഡെയിലി വാൾപേപ്പർ എല്ലാ ദിവസവും ഈ ഗ്രൂപ്പിൽ നിന്നും ഓരോ ഫോട്ടോസ് എന്ത് ചെയ്യും, എൻ്റെ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്ത് വരും. അപ്പോൾ വിഷ്വലി ചാലഞ്ചഡായ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നും ഇത് മാറ്റാനും മറിക്കാനും ഒന്നും നടക്കേണ്ട ആവശ്യം വരുന്നില്ല. Wallpaper Daily wallpaper tap to turn on column 1. Alert wallpaper will change automatically every day. Tick download future wallpapers on Wi-Fi only tick box. ഇവിടെ നിങ്ങൾ സാധാരണയായിട്ട് നമ്മൾ കേരളത്തിൽ പൊതുവേ നമ്മൾ മൊബൈൽ നെറ്റ്വർക്കാണ് സാധാരണ ഉപയോഗിക്കാറ്. അതല്ല നിങ്ങൾ സാധാരണയായിട്ട് വൈഫൈ നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഈ ടിക്ക് ബോക്സ് ടിക്ക് ചെയ്ത് ഇത് എടുക്കണം. അതല്ല നിങ്ങൾ മൊബൈൽ നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ കാണുന്ന ഈ ടിക്ക് ബോക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, അൺടിക്ക് ചെയ്യണം. Wallpaper will change automatically every day. Tick download future wallpapers on Wi-Fi only tick box. ഞാനിതിനെ മൊബൈൽ ഡാറ്റയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിനെ അൺടിക്ക് ചെയ്യുന്നു. Not ticked. Cancel button. Okay button. ഓക്കെ കൊടുക്കുന്നു. Loading first wallpaper. ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാൾപേപ്പർ. Have a look at these pictures. Downloading first wallpaper. Downloading first wallpaper. Wallpaper set successfully. Photo by Rorado, row 3, column 1. Dark theme, off. Advanced screen timeout, auto. ബാക്ക് ചെയ്യുന്നു. Settings. Home screen 1 of 3. Settings. Messages. Search. Recent apps. Home screen 1 of 3. എൻ്റെ വാൾപേപ്പർ ഇപ്പോൾ സെറ്റായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നാം എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ വാൾപേപ്പർ സെറ്റ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ലോഞ്ചർ അഥവാ ഹോം സ്ക്രീൻ എന്താണെന്നും എങ്ങനെയാണ് ടോക്ബാക്ക് ഉപയോഗിച്ച് ലോഞ്ചറിലൂടെ നാവിഗേറ്റ് ചെയ്യേണ്ടതെന്നും ഒരു ലോഞ്ചർ നമ്മുടെ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായി എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യേണ്ടതെന്നും നാം ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു. ഇതോടെ ഹോം സ്ക്രീൻ അഥവാ ലോഞ്ചർ എന്ന ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെയോ അതുമല്ലെങ്കിൽ accesswithspeech@gmail.com എന്ന ഇമെയിൽ ID-യിലൂടെയോ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.